പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ബ്രേക്ക് സംബന്ധമായിട്ടുള്ളൊരു കാര്യങ്ങൾ പറയാനാണ്. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത്രയും 23 വർഷമായൊരു വണ്ടിയല്ലത്, അപ്പോൾ ഇതിന് ബ്രേക്കിൻ്റെ കണ്ടീഷനൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ബ്രേക്ക് പൊതുവെ കുറച്ച് പഴക്കം ചെല്ലുമ്പോൾ ട്രാക്ടറുകൾക്ക് കുറച്ച് കുറയാറുണ്ടാവലുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. ഇതിന് നല്ല ഫുൾ കണ്ടീഷൻ ബ്രേക്കാണ്. കാരണം ഇതിന് 23 വർഷമായി എന്ന് വെച്ചിട്ട് അധികം ഓടിയിട്ടില്ല വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. പിന്നെ നമ്മൾ ഈ പാടത്തും പറമ്പിലൊക്കെ ചളിയിൽ കിടന്നിട്ട് ഒരുപാട് ഓട്ടങ്ങളും നടന്നിട്ടില്ല. ഫുൾ ട്രെയിലറിന് മാത്രമേ യൂസ് ചെയ്തുള്ളൂ. ഈ ചെളിയിൽ നമ്മൾ KGV-ലൊക്കെ ഇട്ടുകൊണ്ട് ഓടുമ്പോഴാണ് കൂടുതൽ ചളി ഇതിനുള്ളിൽ കയറിയിട്ട്, ഇത് ബ്രേക്ക് ഡ്രമ്മാണ്, ഇതിനുള്ളിൽ ചളി കയറിയിട്ട് തേയ്മാനങ്ങൾ വരും. അങ്ങനെ ബ്രേക്ക് കുറേലൊക്കെ അങ്ങനെ ഉണ്ടാകും സാധാരണ. ഇതങ്ങനെ ഓവറായിട്ടുള്ള യൂസിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് നല്ല ഫുൾ കണ്ടീഷൻ ബ്രേക്കാണ്. അപ്പോൾ സാധാരണ അങ്ങനെ ബ്രേക്ക് കുറയാറുണ്ടാവാറുണ്ട്. പഴയ വണ്ടികൾക്ക് ഒരു 2000-ന് മുന്നിലുള്ള 2001-ന് മുന്നുള്ള 98, 97, 99 മോഡൽ വണ്ടികൾക്കൊക്കെ ബ്രേക്ക് ചവിട്ടാനും നിൽക്കില്ല. ഏകദേശം ഇതിപ്പോൾ ഏകദേശം ഒരു 75 ഫൂട്ടുണ്ട് ഇതിൻ്റെ അളവ്, ഈ ട്രെയിലറിൻ്റെ അളവ്. ഈ ലോഡ് വരെ വെച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോൾ ഒരു നല്ലൊരു ഇറക്കൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ട്രാക്ടർ ചവിട്ടാൻ നിൽക്കാൻ പ്രയാസമാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ സാധാരണ ഈ വണ്ടികളിൽ ഇതൊരു ഡ്രമ്മാണ്. ഈ ഡ്രമ്മും അതുപോലെ ഇതിൽ 2 പ്ലേറ്റുകൾ വരും. ആ 2 പ്ലേറ്റുകളും പുതിയത് തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും, ആ പുതിയ വണ്ടി വരുന്ന കണ്ടീഷനിലുള്ള ഫുൾ പവർ ബ്രേക്ക് ആവും. അതിൽ തേയ്മാനം വരുമ്പോഴാണല്ലോ ഈ ബ്രേക്ക് കംപ്ലൈൻറ്റ് വരുന്നത്. അല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യം കൂടെ ചെയ്യും. ഈ 2 പ്ലേറ്റുകളുണ്ടല്ലോ, ഇതിപ്പോൾ ഇത്രയും ഒരു ലിവറേജല്ലേ കിട്ടുന്നുള്ളൂ. ഇത് കുറച്ചും കൂടി നീളം കൂട്ടി കൊടുക്കും. എന്ന് വെച്ചാൽ ഇതിപ്പോൾ സാമ്പിളിന് എടുത്തൊരു ഇതാണ്, ഇരുമ്പിൻ്റെ പീസാണ്. ഇത് നല്ല സ്ട്രോങ് ഉള്ള കനമുള്ളൊരു പട്ടെടുത്തിട്ട് ഇവിടെ ഒരു ഹോളിട്ടിട്ട് ഇതേപോലത്തെ 2 പട്ടെടുത്തിട്ട് ഹോളിട്ടിട്ട് ഇതിൽ വെച്ച് വെൽഡ് ചെയ്യുക ഈ 2 സൈഡിലും. എന്നിട്ട് ഇതിന് നീളം കണ്ട് കൂട്ടുക. നീളം കൂട്ടുമ്പോൾ ഏകദേശം ഇവിടെ വരും, ഈ പിന്ന് ഇവിടെ ഇടും. അപ്പോൾ കുറച്ചും കൂടെ നീളം കിട്ടും ഈ പ്ലേറ്റിന്. അപ്പോൾ നല്ല ചവിട്ടുമ്പോൾ നല്ല പവർ ബ്രേക്കാവും. അങ്ങനെയും ചെയ്യാം. ഈ 2 വഴികൾ അതിനുള്ളൂ. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി, ഈ ഡ്രം ഇതൊക്കെ മാറുമ്പോൾ ഒരുപാട് പൈസ ആവും. ഇതാകുമ്പോൾ കുറച്ച് പൈസൻ്റെ കേസ് കൊണ്ട് ഒഴിവാകും. പിന്നെ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാം. എത്രയാണ് ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ ഈ പഴയ വണ്ടികൾ ഞാൻ വാങ്ങിക്കാൻ കാരണം ഇത് കൂടുതൽ മാർക്കറ്റുണ്ട്. മാർക്കറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്, കർണാടക അങ്ങനത്തെ ഏരിയകൾക്കൊക്കെ അവർ ഇങ്ങനെ പഴയ വണ്ടികളാണ് അവിടുത്തെ കർഷകരൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്നാമത് മൈലേജ്, ഇതിന് നല്ല മൈലേജാണ്. ഏകദേശം 2.5 ലിറ്റർ 2.25 ലിറ്റർ ഡീസൽ, നമ്മളെ റൊട്ടവേറ്റർ അതുപോലെ കൾട്ടിവേറ്ററൊക്കെ യൂസ് ചെയ്യാൻ വരുന്നത്. പുതിയ വണ്ടികളാകുമ്പോൾ എങ്ങനെയായാലും 3.5, 4 ആ റേഞ്ചിൽ ഒരു 42 HP ട്രാക്ടറുകളൊക്കെ, പുതിയ ട്രാക്ടറുകളൊക്കെ ഏകദേശം ഒരു 4 ലിറ്ററിൻ്റെ മേലെ വരും. 3.5 to 4 ലിറ്റർ വരും എന്തായാലും. ഇതിലൊരു 2.5, 2.25 മാക്സിമം വരുള്ളൂ. അതുകൊണ്ടാണ് പഴയ ട്രാക്ടറുകളിലേക്ക് കർഷകർ ഏറെയും ശ്രദ്ധിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.